അള്ളാഹിനോടാണ് സുന്നികളൊക്കെ ദ്വാരക്കാറ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അവർ വിളിക്കും, അമ്പിയാക്കളോട് തേടും, അമ്പിയാക്കളോട് ആവശ്യപ്പെടും, അമ്പിയാക്കളോട് അപേക്ഷിക്കും. അല്ലാതെ അള്ളാഹുവിനോടാണ് അവർ ദുആ ചെയ്യല്, പ്രാർത്ഥിക്കല്. അള്ളാഹുവിനോടാണ് സുന്നികൾ. അല്ലേ? നമ്മൾ പോലീസിനോട് അപേക്ഷിക്കും, അതേ ഗവൺമെന്റിനോട് സഹായം തേടും. പക്ഷേ ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്നാരും പറയൂല. അതേപോലെ SIനോട് പ്രാർത്ഥിച്ചു എന്നാരും പറയൂല. ഇതുപോലെ അമ്പിയാക്കളോ വലിയാക്കളോട് ചോദിക്കുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയൂല. അതിന് സഹായം തേടി എന്ന് പറയാം. ഭാഷയെ പറയാവോ പറഞ്ഞൂടെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ പറയലില്ല എന്ന്. ആരെങ്കിലും സുബ്ഹാനല്ലാഹ് വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയലുണ്ടോ? അത് പറയൂല. ജലത്തിന്റെ ദോഷം തന്നെ അല്ലത്, അതിന് ജലദോഷം എന്ന് പറയൂല. അതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂല. അത് ഈ പുത്തൻവാദികൾ പറയുന്നൊരു ഭാഷയാണ്, നമ്മളത് പറയൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരാൾ എന്നോട് നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നേതാവല്ലേ ഹക്കീം അസ്ഹരി, അതെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞങ്ങനെ. അപ്പോൾ ഒരു ക്ലിപ്പ് കിട്ടി എനിക്ക്, ഞാൻ നോക്കി. അതിൽ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്താ പറഞ്ഞത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആരോട് പ്രാർത്ഥിക്കണമെന്ന്? അള്ളാഹിനോട്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി. നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു. ബദരീങ്ങളെ വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്ന് അങ്ങനെ ഒന്നുണ്ടോ? അള്ളാഹിനോട് വിളിക്കല് ബദരീങ്ങളെ, പ്രാർത്ഥിക്കൽ അള്ളാഹിനോട്. അതാ ഞാൻ പറയാൻ പോകുന്നത്. സഹീഹായ ഹദീസ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു പറഞ്ഞ ഹദീസ്. അതേ അതിലെന്താ ഉള്ളത്? അഹ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു, തിർമിദി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. എത്ര ഹദീസ് പണ്ഡിതന്മാരാണ്. ഹദീസ് സഹീഹുൻ. എല്ലാ ഇമാമിങ്ങളും സഹീഹാണ്. അതിലെന്താ ഉള്ളത്? കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് നബിതങ്ങളെ സമീപത്ത് വന്നു, നബിതങ്ങളോട് ആവശ്യപ്പെട്ടു, അവനെ 2 റക്അത്ത് നിസ്കരിക്കൂ, നന്നായി ഓതു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കൂ, എന്നിട്ട് ഈ ദുആ നടത്തിക്കോ. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളി ലി ഔ ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഉ ഫിയാ. ദുആ നടത്തുകയാണ് അല്ലാഹുവിനോട്. എന്താണ് ദുആ? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, ഞാൻ ഇടയാടനാക്കുന്നു നിന്റെ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ. അള്ളാഹിനോട് ദ്വാരക്കുന്നതിന് ഇടയ്ക്ക് വിളിക്കുകയാണ്. ആരെ? ബദരീങ്ങളിലെ 1ാമത്തെ മെമ്പറെ വിളിക്കുകയാണ്. അതാരാണ്? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വിളിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാളനാക്കി മുന്നിട്ടിരിക്കുന്നു. ഫീ ഹാജതി, എന്റെ ആവശ്യം, ലിതഖ്ദിയ ലി, തങ്ങൾ വീട്ടിത്തരാൻ. തങ്ങൾ വീട്ടിത്തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അല്ലാഹുവാണ്. പിന്നെയോ തങ്ങൾ വീട്ടിത്തരാന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതുപോലെ നേരത്തെ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഈ പരിസരത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം. പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് അയാൾക്കറിയാം. പിന്നെ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പള്ളി ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവരുണ്ടാക്കിത്തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ്. അങ്ങനെ ഇടപെട്ട് 100-ലധികം പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷേ നാട്ടുകാർ പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്നാണ്. അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ, എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിത്തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിത്തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി
ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാഥ. അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല്. എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തവസ്സുലും ഇസ്തിഗാഥയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ. അല്ലാഹുവോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ. അല്ലാഹുവേ എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഇടപെടുമ്പോ നീയൊന്ന് സ്വീകരിക്കണേ, അവിടുത്തെ ശഫാഅത്ത് സ്വീകരിക്കണേ. ആകയാൽ തവസ്സുലും ഇസ്തിഗാഥയും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, തവസ്സുലും ഇസ്തിഗാഥയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ അവൻ അതാ റസൂലുള്ളാഹിനെയാണ് ആക്ഷേപിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെയാണ് തള്ളുന്നത്, ഖുർആനിനെയാണ് തള്ളുന്നത്. മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളുന്നത് ഖുർആനിനെയാണ്. ഖുർആനിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും തള്ളിയാൽ ഖുർആൻ പറയുന്നു വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ല. അത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാൻ ഒരു മുസ്ലിമിനും ഒരു മുഅ്മിനിനും അധികാരമില്ല. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു തലവെട്ടി കൊന്നുകളഞ്ഞവരെന്താ ചെയ്തത്? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അബൂജഹലിനെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകൾ കൊണ്ടുവന്ന് അലി ബിൻ അബി താലിബിന്റെ പേരിൽ വെച്ച് കെട്ടി. അത് തന്നെയല്ലേ അബൂജഹലിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായത്തിന് വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു, ദൈവങ്ങളെ വിശ്വസിച്ചു. അബൂജഹലും കക്ഷികളും അങ്ങനെ അല്ലാത്ത ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു. അവർ ദൈവങ്ങളാണെന്ന നിലക്ക് അവരുടെ ദൈവമായി അവർ പ്രതീക്ഷിച്ച സങ്കല്പിച്ച വസ്തുക്കളോട് അവർ സഹായം തേടിയതിനെ ശിർക്കെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അത് കൊണ്ടുവന്ന് അല്ലാഹ് അല്ലാതെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കായി ചിത്രീകരിച്ച അതേ ഖവാരിജിന്റെ പാതയിൽ ജീവിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല എന്നത് അത്തരം പരിപാടികളിൽ പെട്ടുപോയവർ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി. ആ കക്ഷികൾ എന്ത് വാദിച്ചു? അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് വാദിച്ചു. ഈ വാദവും കടമെടുത്തു ഇവിടെയുള്ള പുത്തൻവാദികൾ. അങ്ങനെയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 2010 ജൂലൈയിലെ അൽമനാർ പത്രത്തിൽ അവർ എഴുതി വെച്ചു, മുജാഹിദ് എഴുതി വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചു, മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നബിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. 2010 ജൂലൈയിലെ അൽമനാർ പേജ് 39 അള്ളാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റി എന്ന ആശയം ഇവിടെ മുജാഹിദും സലഫി വിഭാഗം പ്രചരിപ്പിച്ചു. അവർ റസൂലുള്ളാഹിനെ മാത്രമല്ല അതിൽ തന്നെ എഴുതി മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അല്ലാഹ് പുറത്തു കൊടുക്കുകയും ചെയ്തു. പേജ് 39 അതിൽ തന്നെ മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പേജ് 22 ആദൻ നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായി എന്നൊക്കെ ഇവിടെ മുജാഹിദുകൾ അവർ അൽമനാറിൽ എഴുതി വെച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിന്റെ എല്ലാ പിഴച്ചവാദങ്ങളും ഉണ്ട്. അതിന്റെ പുറമെ വേറെ കുറച്ച് പുതിയതുമുണ്ട്. അതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ എഴുതി വെച്ചു, IPH പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. ചോദ്യോത്തരങ്ങൾ IPHന്റെ പുസ്തകം പേജ് 28. അപ്പോ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു എന്ന വാദം ഇവിടെ ഉന്നയിച്ച കക്ഷികൾ, അത് ഈ മുജാഹിദ് ജമാഅത്ത് അവർക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി?
അത് റാഫിളത്തിന്റെ ആശയമാണ്. സിദ്ദീഖുൽ അക്ബർ നരകത്തിലാണെന്ന് പറഞ്ഞ റാഫിളത്തിന്റെ ആശയമാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വഖ്തലഫത്തിർ റവാഫിളു ഫിർ റസൂലി അലൈഹിസ്സലാം ഹൽ യജൂസു അലൈഹി അസിയാം ലാ. റസൂലുള്ള തെറ്റിയോ ഇല്ലേ എന്നതിൽ റാഫിളിയാക്കൾ ഛിന്ന ഭിന്നമായി പിരിഞ്ഞു. ആ കക്ഷികളുടെ വാദമാണ് യസ്അമൂന അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജായിസുൻ അലൈഹി യസിയല്ലാഹ് വഅന്ന നബിയ ഖദ് അസാ ഫീ അഖ്ദിൽ ഫിദാഇ യൗമ ബദർ. ബദർ യുദ്ധത്തിന്റെ ദിവസമുള്ള നടപടിയിൽ പോലും മുഹമ്മദ് നബി തെറ്റ് ചെയ്തിരുന്നുവെന്ന് റാഫിളുകൾ വാദിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നു ഖത്താബും പിഴച്ചുപോയി എന്ന് വാദിച്ച തറാവീഹ് നിസ്കാരം ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തതുണ്ടാക്കിയതാണ് എന്ന് വാദിച്ച റാഫിളത്തിന്റെ വാദം ഇവിടെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അവരെ പത്രങ്ങളിലും പുസ്തകങ്ങളിലും പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ഈമാൻ കിട്ടി മരിക്കണോ? നമ്മുടെ മുൻഗാമികളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും സഹാബികളും പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച് മരിച്ചാലേ ഈമാൻ കിട്ടി മരിക്കുള്ളൂ. അല്ലാഹ് പറയുന്നു, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയേ, റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹ് പറയാണ്, അതേ അവരാരും മൂമിനാകൂല, ഈമാനുള്ളവരാകൂല. തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ മൂമിനാകൂല. തവസ്സുലും ഇസ്തിഗാഥയും ചെയ്യാതെ അംഗീകരിക്കാതെ, അതേപോലെ ബറക്കത്തിൽ വിശ്വസിക്കാതെ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ, അതേ അമ്പിയാക്കളെ തെറ്റ് ചെയ്യുകയില്ലെന്ന് അംഗീകരിക്കാതെ ഒരിക്കലും മൂമിനായി മരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മന്നഹദത, വല്ലവനും പുത്തനാശയക്കാരനായാൽ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. മന്നഹദത, വല്ലവനും പുത്തനാശയക്കാരനായാൽ, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത പുതിയ ആശയക്കാരനായാൽ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, അതേ അവന്റെ പരിപാടി ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും പോയാൽ, അവനെ അംഗീകരിച്ചാൽ, അങ്ങനെ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ മഹാന്മാരായ ജനങ്ങളെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. പുത്തനാശയക്കാരനെയും അവനെ ചേർത്ത് പിടിച്ചവന്റെയും ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി റിപ്പോർട്ടിന ഹദീസാണ്. അതുകൊണ്ട് ഇത് കളിക്കാനുള്ള വിഷയമല്ല, ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള പ്രശ്നമല്ല, ഇതൊരു ദുന്യാവിലെ ബിസിനസിന്റെ പ്രശ്നമല്ല, ഈമാൻ കിട്ടി മരിക്കേണ്ട പ്രശ്നമാണ്. നമ്മളെ നിസ്കാരവും നോമ്പും അല്ലാഹ് ഖബൂൽ ചെയ്യാനുള്ള വിഷയമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് സർവ്വ മുസ്ലിമീങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അതേ ആശയം പഠിപ്പിക്കൽ, പറഞ്ഞു കൊടുക്കൽ ഉലമാഇന്റെ ബാധ്യതയാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം വരുമ്പോ, അതിന്റെ ഘടകങ്ങളുടെ എല്ലാം സമ്മേളനങ്ങൾ നടക്കുമ്പോ, ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ സർവ സംഘടനകളും ഒരുമിച്ചുകൂടി, സർവ സംഘടനാ കുടുംബങ്ങളും ഒരുമിച്ചുകൂടി ജനങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരോടും ഉണർത്തി, ദുനിയാവിൽ എന്ത് വന്നാലും മരണത്തോടെ അതിന് പരിഹാരമാണ്. ഏത് രോഗമായാലും, ഏത് ശത്രുവായാലും, എന്ത് പ്രശ്നമായാലും മരണത്തോടെ പരിഹാരമാണ്. എന്നാൽ ഈമാൻ തെറ്റിപ്പോയാൽ മരണത്തോടെ പ്രശ്നം ആരംഭിക്കുകയാണ്. തീർച്ചയില്ല,
ഇല്ലാത്ത കാലം നരകത്തിലാണ്. റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീഅത്തുൽ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾക്ക് ആഖിറത്തിൽ വെച്ച് കൈകടിച്ചാൽ ഫലം കിട്ടൂല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്.